കേരളത്തിലെ ഏറ്റവും അനിവാര്യമായ ഓൺലൈൻ പത്രപ്രവർത്തകരുടെ കൂട്ടായ്മയായി കേരളത്തിലെ ആദ്യത്തെ ഓൺലൈൻ പ്രസ് ക്ലബ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തൊട്ടാകെ ജില്ലാ തലത്തിൽ ഓൺലൈൻ പ്രസ് ക്ലബിന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് ജോയ് ഡാനിയൽ പ്രസ്താവിച്ചു. തൃശൂർ ജില്ലാ ഓൺലൈൻ പ്രസ് ക്ലബിന്റെ ഭാരവാഹികളെ തെരഞ്ഞെടുത്ത യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓൺലൈൻ പ്രസ് ക്ലബിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് സംസ്ഥാന ജനറൽ സെക്രട്ടറി MMA റസാഖ് വിവരിച്ചു. വൈസ് പ്രസിഡന്റ് AT സ്റ്റൈൽസ് പുതിയ ഭാരവാഹികളെ അഭിനന്ദിച്ച് സംസാരിച്ചു. ജില്ലാ ഭാരവാഹികളായി രാജശേഖരൻ കടമ്പാട്ട് പ്രസിഡന്റ്, സനീഷ് TK സെക്രട്ടറി, ഷാജി പൊന്നമ്പാറ ട്രഷറർ എന്നിവരെയും വൈസ് പ്രസിഡന്റുമാരായി സുനിൽ തരകൻ, രാഹുൽ NC, പോൾസൺ വാഴപ്പള്ളി, ജോയിന്റ് സെക്രട്ടറിമാരായി ഡാൽവിൻ ജോൺസൺ, ബൈജു, വത്സകുമാർ KV, AM ജെയ്സൺ, കോർഡിനേറ്ററായി ജുനൈദിനെയും തെരഞ്ഞെടുത്തു. തൃശൂർ ജില്ലയിലെ ID കാർഡ് മെമ്പർഷിപ്പ് വിതരണം ജൂലൈ മാസത്തിൽ തൃശൂരിൽ നടക്കും. കോട്ടയം, കോഴിക്കോട്, എറണാകുളം, തിരുവനന്തപുരം എന്നീ ജില്ലകളിൽ ഓൺലൈൻ പ്രസ് ക്ലബ് ജൂലൈ മാസത്തിൽ ഉദ്ഘാടനം നടക്കും. തൃശൂർ ജില്ലയിലെ സ്വകാര്യ ബസ് വ്യവസായം കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. ജൂലൈ 1 മുതൽ ജില്ലയിലെ 200ഓളം സ്വകാര്യ ബസ്സുകൾ G-ഫോം സമർപ്പിച്ച് സർവീസ് നിർത്തുവാൻ ഒരുങ്ങുന്നു എന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നിശ്ചിത കാലയളവിൽ വാഹനം റോഡിൽ ഓടിക്കില്ല എന്ന് മോട്ടോർ വാഹന വകുപ്പിനെ മുൻകൂട്ടി അറിയിച്ച് നികുതി ഒഴിവാക്കുന്ന സംവിധാനമാണ് G-ഫോം. ജൂൺ 30ഓടെ രണ്ടാമത്തെ ക്വാർട്ടർ ടാക്സ് കാലാവധി അവസാനിക്കുകയാണ്. പുതിയ സാഹചര്യത്തിൽ ഭീമമായ നികുതി നൽകി മുന്നോട്ടു പോകുവാൻ കഴിയില്ലെന്ന് കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ഭാരവാഹികൾ വ്യക്തമാക്കുന്നു. KSRTC പ്രിയദർശിനി ബസ്സുകളുടെ സൗജന്യയാത്രാ ആനുകൂല്യങ്ങൾ കാരണം സ്വകാര്യ ബസ്സുകളിലെ കളക്ഷൻ 50% കുറഞ്ഞിരിക്കുന്നത്. പല റൂട്ടുകളിലും പുലർച്ചെ മുതൽ രാത്രി വരെ സർവീസ് നടത്തുന്ന ഡ്രൈവർമാർക്ക് 500 രൂപ പോലും തികച്ചു നൽകുവാൻ ബസ് ഉടമകൾക്ക് സാധിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുമായും ഗതാഗത മന്ത്രിയുമായും ബസ് ഉടമകൾ ചർച്ച നടത്തിയെങ്കിലും അനുകൂലമായ തീരുമാനങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ജൂലൈ 1ഓടെ ഈ ബസ്സുകൾ കൂടി നിരത്തൊഴിഞ്ഞാൽ തൃശൂരിലെ സാധാരണക്കാരായ യാത്രക്കാരുടെ യാത്രാക്ലേശം ഇരട്ടിയാകും എന്നതിൽ തർക്കമില്ല. കേരള രാഷ്ട്രീയത്തിൽ നിലവിൽ വലിയ ചർച്ചയായിരിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിലെ കേന്ദ്ര പദ്ധതിയായ PM ശ്രീ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ്. കേന്ദ്രത്തിന്റെ PM ശ്രീ പദ്ധതിയിൽ നിന്നും UDF സർക്കാരിന് പിന്മാറുവാൻ യാതൊരുവിധ നിയമപരമായ തടസ്സങ്ങളുമില്ലെന്ന് LDF നേതാവും മുൻമന്ത്രിയുമായ V ശിവൻകുട്ടി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. മുൻഗണനകളുടെയോ നിയമത്തിന്റെയോ പേര് പറഞ്ഞ് കേരളത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുവാൻ UDF സർക്കാർ ശ്രമിക്കരുത്. മുഖ്യമന്ത്രി VD സതീശൻ ഇതിലെ നിലപാട് വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. LDF ഭരണകാലത്ത് ഈ പദ്ധതി തടഞ്ഞുവച്ചിരിക്കുകയായിരുന്നു എന്ന് ഓർമ്മിപ്പിച്ച അദ്ദേഹം കേരളത്തിന്റെ തനത് വിദ്യാഭ്യാസ ശൈലിയെ തകർക്കുന്ന ഇത്തരം നീക്കങ്ങൾക്കെതിരെ ശക്തമായ രാഷ്ട്രീയ പ്രതിരോധം ഉയരുമെന്നും സൂചനയും നൽകി. ലഹരിക്കെതിരെ ലക്ഷ്യമിട്ടതിനേക്കാൾ ഗോൾ അടിച്ച് കേരളത്തിലെ സ്കൂളുകൾ. 1 മില്യൺ തൂഫാൻ ഗോൾസ് ചാലഞ്ച് സൂപ്പർ ഹിറ്റ്. വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗത്തിനെതിരെ സ്കൂളുകളിൽ ആരംഭിച്ച 1 മില്യൺ തൂഫാൻ ഗോൾഡ് ക്യാമ്പയിൻ വൻ വിജയമായി മാറിയിരിക്കുകയാണ്. ജൂലൈ 20-നകം 10 ലക്ഷം ഗോളുകൾ നേടാനായിരുന്നു ലക്ഷ്യമിട്ടിരുന്നെങ്കിലും വെറും 10 പ്രവൃത്തി ദിനങ്ങൾ കൊണ്ട് കേരളത്തിലെ കുട്ടികൾ ലക്ഷ്യം മറികടന്നു. നിലവിലെ കണക്കുകൾ പ്രകാരം 10,67,038 ഗോളുകളാണ് ലഹരിക്കെതിരെയുള്ള പോരാട്ടമായി കുട്ടികൾ അടിച്ചുകൂട്ടിയത്. മലപ്പുറം ജില്ലയാണ് നിലവിൽ ഏറ്റവും കൂടുതൽ ഗോളുമായി മുന്നിലുള്ളത്. ഇനി ഫിഫ ലോകകപ്പ് വാർത്ത. ലോകകപ്പിൽ വൻ അട്ടിമറി. ജർമ്മനിയെ വീഴ്ത്തി ഇക്വഡോർ. തുർക്കിയോട് തോറ്റ് അമേരിക്ക. അമേരിക്കയും കാനഡയും മെക്സിക്കോയും സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന ഫിഫ ലോകകപ്പ് 2026 ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ ആവേശത്തിന്റെ കൊടുമുടിയിലാണ്. ദേശീയതലത്തിൽ നിന്ന് രാജ്യം ഹസ്രത്ത് ഇമാം ഹുസൈന്റെ ഉന്നതമായ ത്യാഗത്തെയും രക്തസാക്ഷ്യത്തെയും ഓർക്കുകയാണ്. സത്യത്തിനും നീതിക്കും വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ അചഞ്ചലമായ പോരാട്ടത്തെയും പ്രതിജ്ഞാബദ്ധതയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു. ഇമാം ഹുസൈന്റെ ജീവിതം ധീരതയുടെയും ഉറച്ച വിശ്വാസത്തിന്റെയും ഉത്തമ ഉദാഹരണമാണെന്നും നീതിയുടെ പാതയിൽ സഞ്ചരിക്കുവാൻ അത് കോടിക്കണക്കിന് ആളുകൾക്ക് ഇന്നും പ്രചോദനമാകുന്നുവെന്നും പ്രധാനമന്ത്രി തന്റെ X ട്വിറ്റർ ഹാൻഡിലൂടെ കുറിച്ചു. ലോകം ഉറ്റുനോക്കുന്ന അന്തർദേശീയ വാർത്ത വരുന്നത് പശ്ചിമേഷ്യയിൽ നിന്നുമാണ്. അമേരിക്കയും ഇറാനും തമ്മിൽ ജൂൺ 18 ഒപ്പുവെച്ച താൽക്കാലിക സമാധാന കരാറിന്റെ പശ്ചാത്തലത്തിൽ പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്ക് നേരിയായി വന്നിരുന്നു. ഈ കരാർ പ്രകാരം വെടിനിർത്തൽ 60 ദിവസത്തേക്ക് കൂടി നീട്ടിയിരിക്കുകയാണ്. എന്നാൽ ലോകത്തെ ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പുതിയ പ്രസ്താവനയുമായി രംഗത്തെത്തി. ദക്ഷിണ ലെബനനിലെ തങ്ങൾ പിടിച്ചെടുത്ത പ്രദേശങ്ങളിൽ നിന്നും ഇസ്രായേൽ സൈന്യം ഒരടിയും പിന്നോട്ട് പോകില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇതോടെ മേഖലയിൽ വീണ്ടും യുദ്ധ സാഹചര്യങ്ങൾ ശക്തമാകുകയാണ്. ഇതിനിടെ ഹോർമൂസ് കടലിടുക്കിൽ സിംഗപ്പൂർ പതാക ഘടിപ്പിച്ച കപ്പലിന് നേരെ ആക്രമണമുണ്ടായതിനെ തുടർന്ന് അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷൻ തങ്ങളുടെ കപ്പൽ ഒഴിവാക്കുവാൻ നടപടികൾ താൽക്കാലികമായി നിർത്തിവെച്ചു. അന്താരാഷ്ട്ര വിപണിയിലെ ഈ അസ്ഥിരത സ്വർണ്ണവിലയെയും ബാധിക്കുന്നുണ്ട്. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളുടെ കൂടുതൽ വിശദാംശങ്ങൾക്കുമായി TGS മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വാർത്താ ബുള്ളറ്റിനുമായി വീണ്ടും എത്താം. അതുവരെ നന്ദി, നമസ്കാരം.